യുദ്ധസന്നദ്ധരായി ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേല്യർ രാജ്യങ്ങളെ കീഴടക്കി. എബ്രായ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ 11-ാം അധ്യായത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അവർ വിശ്വാസത്താൽ രാജ്യങ്ങളെ കീഴടക്കി, വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തി, വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായടച്ചു, വിശ്വാസത്താൽ മരിച്ചവരെ തിരികെ പ്രാപിച്ചു. ഒക്കെ വിശ്വാസത്താലാ. അതാ ഞാൻ പറഞ്ഞത്, ഇറങ്ങിപ്പുറപ്പെട്ട കാലത്ത് പാട്ടൊക്കെ ഒന്നും കണ്ടിട്ടല്ല, വിശ്വാസക്കാൽ ചുവടിലാണെന്ന. എന്നാൽ കുറച്ചു മുന്നോട്ട് ചെന്നപ്പോൾ വിശ്വാസത്താൽ യെരിഹോ മതിലിനെ അവർ കീഴടക്കി. 6 രഥങ്ങൾ നിരന്ന ഓടത്തക്ക വീതിയുള്ള യെരിഹോവിന്റെ വൻമതിലുകൾ വട്ടം ചുറ്റി നടന്ന് എങ്ങനെ ചെയ്യുമെന്നൊക്കെ നോക്കി നിൽക്കുമ്പോൾ അരുളപ്പാടനുസരിച്ച് അവർ വട്ടം ചുറ്റി. ഞാൻ വിശ്വാസികളോട് പ്രസംഗിക്കുന്നെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. യെരിഹോ മതിലിടിക്കുവാൻ അവരുപയോഗിച്ച ആയുധം ഏത്? ആർക്കും കൈ ഉയർത്തി പിടിച്ചിട്ട് പറയാൻ വേണ്ടിയിരിക്കുന്നു. മുണ്ടക്കയം. യെരിഹോ മതിലിടിക്കുവാൻ അവരുപയോഗിച്ച ആയുധം ഏത്? നമ്മുടെ അകത്തെല്ലാം ആശയങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അത് ഇനി വരുന്നവരെ നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ്. യെരിഹോ മതിൽ ഇടിക്കുവാൻ ഉപയോഗിച്ച ആയുധം മൗനമായിരുന്നു. മൗനം. പലപ്പോഴും മൗനമായിരിക്കാൻ നമ്മൾ പലർക്കും കഴിയത്തില്ല. കാര്യം പറയാനല്ലാതെ മിണ്ടാതിരിക്കാൻ പലരും പഠിച്ചിട്ടില്ല. വാത്സല്യ സഹോദരിമാരെ, 3 ഭാഷയിൽ സംസാരിക്കാൻ പഠിക്കുന്നതിനേക്കാൾ ഒരു ഭാഷയിലെങ്കിലും മിണ്ടാതിരിക്കാൻ പഠിക്കുന്നതാണ് നല്ലത്. സംസാരിക്കുന്നതിനേക്കാൾ സംസാരിക്കാതിരിക്കാൻ പഠിക്കണം. തമ്പുരാനവരോട് പറഞ്ഞു, ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള കാഹളം വായിൽ വെച്ചോണ്ട് മിണ്ടാതെ നടക്കണം. അത് പുരോഹിതന്മാർ മുമ്പിൽ നടക്കണം, അണികളെല്ലാം പുറകെ നടക്കണം. 7 ദിവസം വട്ടമിട്ട് ചുറ്റണം. ഊതരുത്. ആവശ്യമില്ലാത്ത കയറി ഊതല്ലേ. വട്ടം നടക്കണം, മിണ്ടാതെ നടക്കണം. ഊതാൻ പഠിക്കുന്നതിനേക്കാൾ മുമ്പ് ഊതാതിരിക്കാൻ പഠിക്കണം. 7 ദിവസം ഊതാതെ നടക്കാൻ പഠിച്ചിട്ടാ 7ാമത്തെ ദിവസം ഊതാൻ പഠിക്കുന്നത്. അല്ലാതെ കിട്ടുമ്പോ മുതലങ്ങ് ഊതാൻ തുടങ്ങരുത്. വട്ടം കറങ്ങി വന്നവരും നിന്നവരൊക്കെ ചോദിച്ചു, ഇവനൊക്കെ വട്ടാന്നോടാ വട്ടം കറങ്ങാൻ. കാരണം മിണ്ടുന്നുമില്ല, അനങ്ങുന്നുമില്ല. എല്ലാം ആ കുഴല് വായു വെച്ച്, അത് ആട്ടും കൊമ്പി തെറിച്ചല്ലേ ഉള്ളൂ, അത് വായു വെച്ചോട് അനങ്ങാതെ നടക്കാം. ഊതിക്കൊണ്ട് നടന്ന നാട്ടുകാർക്ക് മനസ്സിലാവും ഊതുവാന്ന്. ഇന്ന് ഊതുന്നില്ല, അതാ മനസ്സിലാകാത്തത്. നിങ്ങൾക്ക് മനസ്സിലാകാത്ത മർമ്മം മൗനത്തിലുണ്ടെന്ന് പഠിക്കണം. ഹല്ലേലൂയ! മനസ്സിലാകാത്ത മർമ്മമാണ് മൗനത്തിലുള്ളത്. മൗനത്തിന്റെ നൊമ്പരങ്ങൾ സ്വർഗം മണത്തറിയുന്നവരാണ്. അവരിങ്ങനെ വട്ടം നടന്നു ചുറ്റി 7ാമത്തെ ദിവസം വിളിച്ചു പറഞ്ഞു, ആർപ്പിടുവീൻ. അവരൊരൊക്കെ ആർപ്പിടുമ്പോൾ ഈ യെരിഹോവിന്റെ മതിൽ നേരെ താഴോട്ടിരുന്നു. പണ്ഡിതന്മാര് പറയുന്നത് താഴോട്ടങ്ങിരിക്കാൻ. ശരിയാ, അങ്ങോട്ട് മറിഞ്ഞാൽ ഇസ്രായേൽ നശിക്കപ്പെടും, അകത്തോട്ട് മറിഞ്ഞാൽ ഇവര് നശിക്കപ്പെടും. ജനം നേർക്ക് നേരെ ചെന്നവരെ പിടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മതില് നേരെ താഴോട്ടങ്ങ് ഇരുത്തുകയായിരുന്നു. തമ്പുരാന്റെ കയ്യിൽ അങ്ങനെയൊക്കെ ചില പണികളുണ്ട്. നേരെ താഴോട്ടങ്ങ് ഇരുത്തിയപ്പോൾ ഇവർക്ക് നേർക്ക് നേരെ ചെന്നവരെ പിടിച്ച് അവരെ കൈകാര്യം ചെയ്യാനുള്ള അവകാശമുണ്ടായി. അങ്ങനെ ജയത്തിന്റെ വെന്നിക്കൊടി മാറിച്ചുകൊണ്ട് അവർ പാളയത്തിലേക്ക് മടങ്ങി വന്നു. എല്ലാവരും ആത്മാവിലായി. ചിലരൊക്കെ അങ്ങ് വീശി ആത്മാവിലായിരുന്നു. ഇന്നത്തെ ഗ്ലോറി, സ്തോത്രവും ആമീൻ, ശുശ്രൂഷ ഭയങ്കരമായിരുന്നു. ചിലർക്ക് ശുശ്രൂഷ എന്ന് പറയാൻ അറിയില്ല, ശുശ്രൂഷ. ഇന്നത്തെ ശുശ്രൂഷ ഭയങ്കരമായിരുന്നു. എന്നാൽ ശുശ്രൂഷയുടെ ഏതായാലും ഒരുത്തനൊരു ശുശ്രൂഷ ചെയ്ത് അതാ സഹിക്കാൻ വയ്യത്. ശുശ്രൂഷയുടെ ഇടയിലൊരു ശുശ്രൂഷ, അതെന്തുവാ? ഇവൻ നോക്കിയപ്പോൾ എല്ലാവരും ആത്മാവിലായിരിക്കുമ്പോൾ ഇവനിങ്ങനെ കണ്ണു തുറന്ന് നോക്കി.
എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാതെ കണ്ണു തുറന്നിരിക്കുന്ന പുള്ളികളെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. പിന്മാറ്റം പാകിക്കളിപ്പിക്കുന്ന വയലായി വരുന്ന മനസ്സിലാക്കിക്കൊള്ളും. ഒരുമാതിരി നന്നായി ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു യൗവനക്കാരനെ ആ സഭയിലിരിക്കുന്ന ജഡബാഹിയായ ഒരു സഹോദരി മുഖാന്തരം പിന്മാറ്റത്തിപ്പാൻ സാധ്യതയുണ്ട്. അവളുടെ ആ നോട്ടവും ആ ചവിട്ടും ആ നിപ്പും ചതയും ഒക്കെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇവന്റെ ബാലൻസ് തെറ്റാൻ സാധ്യതയുള്ള, തെറ്റണമെന്നില്ല, സാധ്യതകൾ ഉണ്ടാക്കും. നീ ഗുണപ്പെടണേ കുഞ്ഞെ. നീയോ നരകത്തിൽ പോകാൻ നടക്കാം. വല്ലവരും കൂടെ പിടിച്ചോട്ട് പോകാതെ ഒറ്റയ്ക്കങ്ങ് പൊക്കൂ. അത് പറ ഗ്ലോറി വാന്ന് അതാ ശരി എന്ന് പറഞ്ഞാൽ അങ്ങനെ അടിച്ചോ ദേവദാസ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അത് ഈ അന്യഭാഷ പറയുന്ന വ്യാഖ്യാനപരം ഉള്ളവർക്ക് അത് മനസ്സിലാകത്തുള്ളൂ. യുദ്ധസന്നദ്ധരായി ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേല്യർ രാജ്യങ്ങളെ കീഴടക്കി. എബ്രായ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ 11-ാം അധ്യായത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അവർ വിശ്വാസത്താൽ രാജ്യങ്ങളെ കീഴടക്കി, വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തി, വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായടച്ചു, വിശ്വാസത്താൽ മരിച്ചവരെ തിരികെ പ്രാപിച്ചു. ഒക്കെ വിശ്വാസത്താലാ. അതാ ഞാൻ പറഞ്ഞത്, ഇറങ്ങിപ്പുറപ്പെട്ട കാലത്ത് പാട്ടൊക്കെ ഒന്നും കണ്ടിട്ടല്ല, വിശ്വാസക്കാൽ ചുവടിലാണെന്ന